ഈ ഇരിക്കുന്ന എൻ്റെ വണ്ടിയില്ലേ 3 ദിവസമായിട്ട് ആൾ പടി മുടക്കിയിരിക്കുകയാണ്. ആളെയും കൊണ്ട് അങ്ങനെ രാവിലെ ഞങ്ങൾ 3 പേരും കൂടെ വർക്ക്ഷോപ്പിലോട്ട് വിട്ടു. അങ്ങനെ നമ്മുടെ ദിയക്കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ അവളെ ഉറക്കം കളയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണേ മഴയുണ്ടോ മഴയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ വന്ന് വണ്ടി റെഡിയാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എത്ര നേരമായി ഈ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്, പുറത്താണെങ്കിൽ മഴ ഒന്ന് തോന്നപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് വെള്ളോട്ട് ഇറങ്ങി. പിന്നെ മഴ കൂടുതലായപ്പോഴത്തേക്ക് അകത്തേക്ക് കയറിയപ്പോൾ അച്ഛനും മോളും ഓരോന്ന് കളിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ മൂക്കി പിടിച്ച് കളിക്കണമെന്നാണ് അവിടെ ആഗ്രഹം. അച്ഛനാണെങ്കിൽ മൂക്ക് കൊടുക്കുന്നുമില്ല. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ 3 പേര് റെയിൻ കോട്ടിലാണ് നിൽക്കുന്നത്. ഇതില്ലാതെ ഇപ്പം നടക്കാൻ പറ്റില്ലല്ലോ, ഇനി ഒരു മാസത്തേക്ക് ഇത് തന്നെ ശരണം. അങ്ങനെ കുറേ നേരം കളിച്ചിരുന്ന് അച്ഛൻ്റെ കയ്യിൽ തന്നെ അവൾ ചാടി. അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തോ കാര്യമായിട്ട് ആലോചിക്കുക, ഇന്ന് വണ്ടി നന്നാക്കി കിട്ടുമോ, നമ്മളിനി എങ്ങനെ വീട്ടിൽ പോകും എന്നൊക്കെയാണെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ കാര്യമായിട്ട് ചിന്തിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ശരിയാക്കി കിട്ടി. ചേട്ടൻ പോയി പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയിട്ട് ഇതാ വന്നു. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ലീമാർട്ടിലാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ തേലക്കാടിൻ്റെ നടക്കിരിക്കുന്നൊരു കോളേജും സ്കൂളാണ് കേട്ടോ. അതെന്ത് രസമാണെന്ന് കാണാൻ. അങ്ങനെ ദിയക്കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഒളിച്ചും പാത്തിരിക്കുകയാണോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോയ ലീമാർട്ടിലാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു. നമ്മുടെ ദിയക്കുട്ടി കണ്ടോ ലിച്ചി കുടിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അടുത്ത